കേരളത്തിൽ ജൂലൈ മാസം 30 അതിപ്രഭാതത്തിലെ ഇരുട്ടിൽ രാത്രി 1 മണി കഴിഞ്ഞ സമയം വന്ന ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടൽ, മലയിടിഞ്ഞുണ്ടായ വലിയ ദുരന്തം, അതിൻ്റെ പശ്ചാത്തലത്തിൽ വേദനയോടെ വചനം വായിച്ചപ്പോൾ ലഭിച്ച ചില വാഗ്ദത്തങ്ങൾ, അത് വയനാട്ടിലേക്ക് മാത്രമല്ല, നമ്മുടെ ജീവിതവും കടന്നു പോകുന്ന ചില ഹ്യൂമിലിയേഷൻസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് സെറ്റ് ബാക്സ്, ചില തിരിച്ചടികൾ, പ്രതീക്ഷിക്കാത്ത ചില അപമാനങ്ങൾ, അധപ്പതനങ്ങൾ അതിജീവിപ്പാൻ തക്കവണ്ണമുള്ള വാഗ്ദത്തങ്ങൾ വചനത്തിൽ നിന്നെടുക്കുകയാണ്. ജെറമായ ചാപ്റ്റർ 32, യിരെമ്യാവിൻ്റെ പുസ്തകം 32-ാം അധ്യായം. പശ്ചാത്തലം: നെബുക്കദ്നേസർ ഇസ്രായേൽ കീഴടക്കി. Invasion of Israel by powerful, cruel emperor Nebuchadnezzar. And it was completely surrounded and defeated. പട്ടണം ചുറ്റി കീഴടക്കി തകർത്തു. 32-ന്റെ 2-ാം വാക്യം, വേഴ്സ് 2. ബാബേൽ സൈന്യം ഇസ്രായേലിനെ ഇതാ നിരോധിച്ചിരിക്കുക. യിരെമ്യാ പ്രവാചകൻ യഹൂദ രാജാവിൻ്റെ കാവൽപ്പുര മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ദ ബാബിലോണിയൻ ആർമി സറൗണ്ടഡ് ജെറുസലേം ആൻഡ് ജെറമായ വാസ് ഇംപ്രിസൺഡ് ഇൻ ദ റോയൽ കോർട്ട്യാർഡ് ഓഫ് ജൂഡ. ദുരിതം, ദുരന്തങ്ങൾ, മരണങ്ങൾ, ഡെത്ത് ആൻഡ് ഡിസാസ്റ്റർ അറ്റ് ദ ഡോർ. ഇതാണ് പശ്ചാത്തലം. And they were about to be taken to 70 years of captivity. 70 വർഷക്കാലം ഇതാ ചങ്ങലക്കിട്ട് കൊണ്ടുപോവുക അടിമത്വത്തിലേക്ക്. യിരെമ്യാവ് നേരത്തെ വാണിംഗ് കൊടുത്തതാണ് കേട്ടോ. നിങ്ങൾ മനം തിരിയണം, യഹോവയിങ്കലേക്ക് മടങ്ങിച്ചെല്ലണം, ഉടയവനിലേക്ക് തിരിയണം, ഉടമ്പടിയിൽ നിലനിൽക്കണം. ബട്ട് ദ റൂളേഴ്സ് ഓഫ് ഇസ്രായേൽ ഡിഡ് നോട്ട് ടേൺ ബാക്ക് ടു ഗോഡ്. അവരനുസരിച്ചില്ല, അവർ നിരസിച്ചു. അതുകൊണ്ട് രാജ്യവും നിലതെറ്റി വീണു. ഡാർക്ക് ഡേയ്സ് ഓഫ് ഹ്യൂമിലിയേഷൻ ആൻഡ് ഡിവാസ്റ്റേഷൻ, ദുരന്ത ദിനങ്ങളിലൂടെ ഈ രാജ്യം കടന്നു പോവുക. ആൻഡ് സിറ്റി ഓഫ് ജെറുസലേം വാസ് റൂയിൻഡ് വിത്ത് നോ സ്റ്റോൺ അൺടേൺഡ്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എന്ന ആ ശൈലി പോലെ തന്നെ ഉഴുതുമറിച്ചു ആ ദേശത്തെ. ദ ഡഞ്ചൻ ഈസ് ഇൻ ദ കിങ്സ് പാലസ്. എത്ര കഷ്ടമല്ലേ! യിരെമ്യാവിനെ പിടിച്ചു പൂട്ടിയിട്ട ആ ഒരു കൽത്തുറുങ്ക് രാജകൊട്ടാരത്തിൻ്റെ കാവൽപ്പുരമുറ്റത്താണ്. ഒരു കാലത്ത് അധികാരത്തോടെ നിന്ന ഇടങ്ങളൊക്കെ തടവറകളായി. പ്രാർത്ഥനയോടെ, ആരാധനയോടെ നിന്ന ഇടങ്ങളൊക്കെ, ദേവാലയങ്ങൾ, കൂട്ടായ്മ, ഇതെല്ലാം കോടതി കേസുകളിലേക്കും തമ്മിലുള്ള സംഘർഷങ്ങളിലേക്കുമൊക്കെ വീണുപോകുന്ന ഒരു കാലമല്ലേ. ഈ പറയുന്ന വാഗ്ദത്തത്തിന് പ്രസക്തിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വായിക്കുന്ന വാഗ്ദത്തം പ്രാർത്ഥനയോടെ, പ്രയർഫുള്ളി യു റിസീവ് ദിസ് പ്രോഫറ്റിക് പ്രൊക്ലമേഷൻ. അതുമാത്രമല്ല, ഈ വാഗ്ദത്തം, വായിക്കാൻ പോകുന്ന ഈ വാഗ്ദത്തം, ദിസ് പ്രോമിസ് ഹാസ് ടു ബി എൻലാർജ്ഡ് ഇൻ യുവർ മൈൻഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഈ വിലയേറിയ വാഗ്ദത്തം നിങ്ങളുടെ ചിന്തകളിൽ നിറയണം, അകത്ത് പിടച്ചു വികസിക്കണം. യുവർ കണ്ടീഷൻ ഈസ് ഗോയിങ് ടു ചേഞ്ച് ഫ്രം ബിറ്റർ ഡേയ്സ് ടു ബെറ്റർ ഡേയ്സ്. കയ്പിൽ നിന്നും കൃപയാൽ കരം പിടിച്ച് ഉയർത്തുന്ന, നന്മയിലേക്ക് ഉയർത്തുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ വചനം നിങ്ങളെ നയിക്കും. പ്രൈസ് ദ ലോർഡ്. ജെറമായ ചാപ്റ്റർ 32 വേഴ്സസ് 6 through 8, 6 മുതൽ 8 വരെ. ചുറ്റുപാടും എല്ലാം തകർന്നു കിടക്കുക. ഇൻ ദ മിഡിൽ ഓഫ് റൂയിനേഷൻ. അവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ, ഒരു പുരയിടം വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ വല്ല ലാഭമുണ്ടോ? ഇപ്പോൾ വയനാട്ടിലെ മുണ്ടക്കൈ, വെള്ളാർമല, ചൂരമല പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ വസ്തു വാങ്ങിക്കാൻ ആരെങ്കിലും പോവുമോ? കാരണം ഒരു പ്രതീക്ഷ തരാത്ത ഇടവാണ്. എന്നാൽ യഹോവ പറഞ്ഞു, യിരെമ്യാവേ, നിന്റെ അടുത്തൊരു വസ്തുക്കച്ചവടം വരുന്നുണ്ട്, നീ മേടിച്ചോണം. വേഴ്സ് 6. ഇതൊരു റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആയിട്ടൊന്നും തരംതാണ് കാണരുതേ. ഇറ്റ് ഈസ് എ ബ്രില്യൻറ്റ് പ്രോമിസ് ഫോർ അസ് ടു സ്റ്റാൻഡ് ഓൺ. വെറും ഒരു വസ്തു കൈമാറ്റോ ആധാരം എഴുത്തൊന്നുമല്ല. വേഴ്സ് 6, യഹോവയുടെ അരുളപ്പാട്, യിരെമ്യാവേ, നിന്റെ ഇളയപ്പൻ, നിന്റെ അങ്കിൾ ഹനമയേൽ നിന്റെ അടുക്കൽ വരും, അനാത്തോത്തിലെ നിലം മേടിക്കാൻ പറയും. വേഴ്സ് 8, യഹോവ പറഞ്ഞതുപോലെ അങ്കിൾ ഹനമേൽ came and the property, the field at Anathoth,
അത് വില കൊടുത്ത് വാങ്ങുന്നതാണ് പിന്നീടുള്ള വാക്യങ്ങളിൽ. യുവർ അങ്കിൾ വിൽ കം ടു യു ആൻഡ് ഹി വിൽ സേ ബൈ മൈ ഫീൽഡ് അറ്റ് അനാത്തോത്ത്. 2 പദം പഠിക്കണം. ഹനമയേൽ എന്ന പദവും എനത്തോത്ത് അല്ലെങ്കിൽ അനാത്തോത്ത് എന്ന പദവും രണ്ടും പഠിക്കണം. അപ്പോൾ വാഗ്ദത്തം മനസ്സിലാവും. തുടർന്നുള്ള 1-2 വാക്യങ്ങളൂടെ വായിച്ചോട്ടെ. വേഴ്സ് 14, 14-ാം വാക്യം. ഈ വസ്തു കൈമാറ്റം അത് വില കൊടുത്തതിന് ശേഷം, ആധാരം എഴുതിയതിനു ശേഷം ഏറിയ കാലം നിലനിൽപ്പാൻ തക്കവണ്ണം ഈ ടൈറ്റിൽ ഡീഡിന്റെ ആധാരത്തിന്റെ കോപ്പി ഒരു മൺപാത്രത്തിൽ വയ്ക്കാൻ യഹോവ അരുളി ചെയ്തു. പുട്ട് ദ ടൈറ്റിൽ ഡീഡ് കോപ്പീസ് ഇൻ ടു എ ക്ലേ ഓഫ് ജാർ അല്ലെങ്കിൽ earthen vessel that they may last a long time. ഈ ഉടമ്പടി മൺപാത്രത്തിലാണ് സ്വീകരിച്ചു വെക്കേണ്ടത്. മൺപാത്രത്തിൽ സ്വീകരിച്ച ഉടമ്പടി നിലനിൽക്കും. കീപ് ഇറ്റ് ഇൻസൈഡ് യു. നമ്മുടെ ശരീരം ഒരു മൺപാത്രമല്ലേ? ഇതിനകത്ത് ബോധ്യത്തോടെ ഒരു ഉടമ്പടി സൂക്ഷിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് പ്രാർത്ഥിക്കുക. യിരെമ്യാവ് പ്രാർത്ഥിക്കുക. വേഴ്സ് 17, 17-ാം വാക്യം. യഹോവയായ കർത്താവേ, അങ്ങ് മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ഓ സോവറിൻ ലോർഡ്, യു ഹാവ് മെയ്ഡ് ദ ഹെവൻസ് ആൻഡ് ദ എർത്ത് ബൈ യുവർ സ്ട്രോങ് ഹാൻഡ് ആൻഡ് പവർഫുൾ ആം. നത്തിങ് ഈസ് ടു ഡിഫിക്കൽട്ട് ഫോർ thee. ആകാശഭൂമികൾക്കെല്ലാം ആദിഹേതുവായവൻ നീയേ. ആകാശഭൂമികൾക്കെല്ലാം ആദിഹേതുവായവൻ നീയേ. ആശ്രയം നിന്നിൽ ആയതു മുതലൻ ആദികളകന്നു പരാ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. യേശു ക്രിസ്തുവിന് മഹത്വം. എല്ലാം നിയന്ത്രിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ കൃപ നമ്മോട് കൂടെയുണ്ട്. ബാബിലോണിയൻസ് ആർ നോട്ട് കൺട്രോളിങ്, അവർ ലോർഡ് ഈസ് ഇൻ കൺട്രോൾ. ശത്രു അല്ല നിയന്ത്രിക്കുന്നത്, നമ്മുടെ കർത്താവാണ് നിയന്ത്രിക്കുന്നത്. അതാണ് വേഴ്സ് 27, 27-ാം വാക്യം. എനിക്ക് കഴിയാത്ത വല്ലോ കാര്യമോ ഉണ്ടോ? ദൈവം ചോദിക്കുക, ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ മീ? നോ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ക്യാൻ ഡു എവറിത്തിങ്. ഹല്ലേലൂയ. എനിത്തിങ്, ആമേൻ. സകലവും യേശുക്രിസ്തുവിനാൽ സാധ്യമാണ്. ഹല്ലേലൂയ. ജെറമായ ചാപ്റ്റർ 32 വേഴ്സ് 8, 8-ാം വാക്യത്തിലേക്ക് വരാം. താക്കോൽ വാക്യമാണ്. ഹനമയേൽ വന്നു അനാഥോത്തിലെ നിലം തന്നു. ഹനമേൽ ഈസ് കമ്മിങ്. എനത്തോത്ത് കിട്ടും. യു വിൽ ഗെറ്റ്. ഹനമേൽ എന്ന പദം ശ്രദ്ധിക്കുക. ആ എബ്രായ പദത്തിൻ്റെ അർത്ഥം ഗ്രേസ് ഓഫ് ഗോഡ്. ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് കമ്മിങ്. ദൈവ കൃപ വരും. ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് കമ്മിങ്. ഹനമേൽ എന്ന പദത്തിന് നാനാർത്ഥമാണ്. കമ്പാഷൻ ഓഫ് ഗോഡ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നൊക്കെ അർത്ഥമുണ്ട്. ദൈവം നിന്നോട് മനസ്സലിയുന്ന ദൈവമാണ്, ദൈവം ദാനങ്ങളെ തരുന്ന ദൈവമാണ്. എങ്കിലും പ്രധാന അർത്ഥം ദൈവകൃപ എന്നാണ്. ഗ്രേസ് ഓഫ് ഗോഡ്, ഹനമേൽ. അനാഥോത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം എയ്നത്തോത്ത്. ആൻസേഴ്സ്, ഉത്തരങ്ങൾ. ലൗഡ് ആൻസേഴ്സ്, അനിഷേധ്യ മറുപടികൾ. അപ്പൊ ദൈവകൃപ വന്ന മറുപടി കിട്ടും, ഇല്ലയോ? ദ ഗ്രേസ് ഓഫ് God is coming with answers, loud answers. ഒരു പക്ഷേ നിങ്ങൾ കടന്നു പോകുന്ന ലോലി സെഗ്മെന്റ് ഓഫ് ലൈഫ്, താഴ്ചയുടെ, കണ്ണുനീരിൻ്റെ, വേർപാടിൻ്റെ, രോഗത്തിൻ്റെ, ഭയത്തിൻ്റെ, വഞ്ചനയുടെ ഒരു സെഗ്മെന്റിലൂടെ, റിജക്ഷൻ, തിരസ്കാരത്തിൻ്റെ സെഗ്മെന്റിലൂടെ കടന്നു പോവുകയാണോ? കേൾക്കുക, ദൈവകൃപ വരുന്നു നിങ്ങളെ ഉയർത്താനുള്ള മറുപടികളുമായി, സൗഖ്യത്തിൻ്റെ മറുപടികളുമായി. ഹല്ലേലൂയ. ഈ ബാബേൽ ദേശത്തേക്ക് യങ്സ്റ്റേഴ്സ് ആർ ഗെറ്റിംഗ് ചെയിൻഡ് ആൻഡ് ടേക്കൺ എവേ. അവരെ ശത്രുവിൻ്റെ പട്ടണം പണിയാൻ കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലമല്ലയോ? ജനറേഷൻസ് ദേ ആർ ആക്റ്റീവ് ഇൻ ബിൽഡിംഗ് എനിമീസ് എംപയർ. ശത്രുവിന് ലാഭകരമായി തലമുറകൾ ജീവിച്ചു പോകുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. അവർക്ക് നേരെ ദൈവകൃപ കടന്നു ചെല്ലണം.
വിടുതലിൻ്റെ ഉത്തരങ്ങളുമായി കടന്നു ചെല്ലണം. വിത്ത് ആൻസേഴ്സ് ഓഫ് ഡെലിവറൻസ്. ഗോഡ്സ് ഗ്രേസ് ഷുഡ് വിസിറ്റ് ദം. ഹല്ലേലൂയ. ബ്രൈറ്റർ ഡേയ്സ് ആർ കമ്മിങ്. ബെറ്റർ ഡേയ്സ് ആർ കമ്മിങ്. അന്ധകാരം നീങ്ങിയ നിറമുള്ള ദിനങ്ങൾ വരുന്നു. നന്മയുടെ ദിനങ്ങൾ വരുന്നു. ഗ്രേസ് ഈസ് കമ്മിങ് വിത്ത് ആൻസേഴ്സ്. ആൻസറിങ് യുവർ ആങ്സൈറ്റി, ഡിസീസ്, ഡിപ്രഷൻ, ഫിയേഴ്സ് ആൻഡ് ലോവസ്റ്റ് സെഗ്മെന്റ് ഓഫ് ഡേയ്സ്. നിങ്ങളുടെ ജീവിതത്തിലെ ഉത്കണ്ഠകൾ, രോഗങ്ങൾ, വിഷാദങ്ങൾ, ഭയങ്ങൾ, താഴ്ചകളെ പരിഹരിക്കുന്ന ഉത്തരങ്ങളുമായി ദൈവകൃപ വരുന്നു. ഹല്ലേലൂയ. ഗ്രേസ് ഈസ് കമ്മിങ് നോട്ട് വിത്ത് പിറ്റി ആൻഡ് ക്രിറ്റിസിസം. നിങ്ങളോട് സഹതാപം കാണിച്ചേച്ച് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഇത് വന്നത് എന്ന് പറഞ്ഞേച്ച് പോകാനല്ല കൃപ വരുന്നത്. ഗ്രേസ് ഈസ് കമ്മിങ് വിത്ത് ഹോപ്പ്. പ്രത്യാശ നിറച്ചു തരാനാ കൃപ വരുന്നത്. വിത്ത് എ സ്ലോഗൻ, ബെറ്റർ ഈസ് കമ്മിങ്. നന്മയുടെ സാഹചര്യങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാ കൃപ വരുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ചിലർ ദേ മേ ബി ഗോയിങ് ത്രൂ ഡിസ്ഫങ്ഷൻ. നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ ആൻഡ് കരിയർ സ്ട്രക്ചർ, അക്കാഡമിക് സ്ട്രക്ചർ, പഠന മേഖലകളിലോ അധ്വാന മാർഗങ്ങളിലോ ഒക്കെ പ്രവർത്തന വൈകല്യങ്ങൾ, പ്രവർത്തന അപര്യാപ്തതകൾ, പ്രയാസങ്ങൾ കടന്നു പോകുന്നവരുണ്ടോ? ഡിസ്ഫങ്ഷൻസ്, സ്ട്രഗിൾസ്, ട്രബിൾസ് ഇൻ ദ ഫാമിലി ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഹോൾഡ് ഓൺ. ഒന്ന് പിടിച്ചു നിൽക്കാൻ ഒക്കുന്നില്ല. ആ രീതിയിലുള്ള ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുകയാണ്, വേഴ്സ് 27, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ മീ? ആമേൻ. ഇല്ല കർത്താവേ, അവിടുത്തേക്ക് സകലവും കഴിയുമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കണം. പക്ഷേ യു ഹാവ് ടു പേ എ പ്രൈസ്. 9-ാമത്തെ വാക്യം, വേഴ്സ് 9, 17 ശേക്കൽ വെള്ളിയൊക്കെ തൂക്കിക്കൊടുത്താണ് ആ ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചത്. ഹല്ലേലൂയ. A covenant documented as a conviction inside you. ആരുടെ വകയായി നിങ്ങൾ തീറാധാരം നിങ്ങളെ തന്നെ എഴുതി കൊടുക്കുന്നു. ഹല്ലേലൂയ. ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ഓണർ, ഹി ഈസ് മൈ ലോർഡ്. ആമേൻ. തന്നെ തന്നെ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് കീഴെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ആധാരമെഴുത്തുപോലെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വേണം. വീണ്ടും ജനനം. Then shout over your family, shout over your generations. Hallelujah. Stotram. Goodness is coming, better days are coming. Hallelujah. Stotram. Don't be limited by your present, but invest for your future. By a convinced and covenanted life of witnessing. ബോധ്യമുള്ള ഉടമ്പടിയിലേർപ്പെട്ട ഒരു സാക്ഷ്യ ജീവിതത്തിലേക്ക് നിങ്ങളെ കുടുംബമായി സമർപ്പിക്കണം. ഹല്ലേലൂയ. ബോധ്യമുള്ള സാക്ഷ്യ ജീവിതം, ലജ്ജ കൂടാതെ ഏകരക്ഷകനായ യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ഒരു വിശ്വാസ ജീവിതം, ആശ്രയ ജീവിതം. ദ ഓൺലി വേ ടു ബ്ലെസ്സഡ് ഇറ്റേണിറ്റി. യേശു കർത്താവല്ലാതെ അനുഗ്രഹീത നിത്യതയിലേക്ക് മറ്റൊരു മാർഗമില്ല. പ്രൈസ് ദ ലോർഡ്. ഹനമേൽ ഹാൻഡിങ് ഓവർ അനാത്തോത്ത് ഫീൽഡ്. ഹനമേൽ അനാത്തോത്തിലെ നിലം കൊടുത്തതുപോലെ ആമേൻ ദൈവകൃപ ഉത്തരങ്ങൾ കൊടുക്കുന്നു. The grace of God is coming with timely answers. My family is going to see better days. My marriage is going to see better days. My health, my career, my business, my academic life is going to see better days. എൻ്റെ കുടുംബം, ആരോഗ്യ വിഷയങ്ങൾ, തൊഴിൽ, വരുമാന മാർഗം, പഠന മേഖലകൾ നന്മ അനുഭവിക്കാൻ പോകുന്നു യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ. ഹല്ലേലൂയ. God's grace is continually coming to you with amazing answers. Amen. ഇപ്പോഴത്തെ പ്രയാസങ്ങളെല്ലാം മാറുന്നേ. Psalms 30 verse 5, 30:5, weeping may last for the night, but rejoicing comes in the morning. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. മറുപടികളുമായി ദൈവകൃപ വരുന്നു. ഹല്ലേലൂയ. The same piece of ground where enemy has broken you. നിന്നെ തകർത്ത അതേ മണ്ണിൽ നിനക്ക് അവകാശവും നന്മയും തരാൻ പോകുന്നു. ഹല്ലേലൂയ. The same piece of land where enemy devastated you, humiliated you and criticized you. അതേ ഇടത്ത് ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നു. ഹല്ലേലൂയ. At the very same field I am going to take victory.
The grace of God is going to deal with the mess of your life. നിന്റെ ജീവിതത്തിലെ താളം തെറ്റിയ അനുഭവങ്ങൾ, മുറിവേറ്റ അനുഭവങ്ങൾ, ക്ഷീണിച്ചുപോയ അനുഭവങ്ങൾ, കുത്തഴിഞ്ഞ ജീവിതാനുഭവങ്ങൾ ദൈവകൃപ കൈകാര്യം ചെയ്ത് നിന്നെ ജയാളിയാക്കാൻ പോകുന്നു. സ്തോത്രം. എന്നോടൊരു സഹോദരൻ പറഞ്ഞു, ബ്രദറെ, യു ഡോണ്ട് നോ ദ പെയിൻ ഓഫ് മൈ പാസ്റ്റ്. പോയ കാലത്ത് ഞാൻ അനുഭവിച്ച വേദന മനസ്സിലാകുകയില്ല. ഞാൻ പറഞ്ഞു, ശരിയാണ്, എനിക്കതിനെക്കുറിച്ച് മുഴുവനൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ ഉത്തരം ഇതാണ്, എന്നും എൻ്റെ ഉത്തരം ഇത് തന്നെയാണ്. യു ഷുഡ് നോ ദ ഫേവർ ഓഫ് യുവർ ഫ്യൂച്ചർ. കൃപയുടെ കരുതൽ അറിയണം നിന്റെ മുന്നോട്ടുള്ള ചുവടുകളിൽ. ഹല്ലേലൂയ. കൃപയാൽ ഉള്ള സ്വർഗീയ ആനുകൂല്യങ്ങൾ അറിയണം, അത്ഭുതങ്ങൾ അറിയണം, നടത്തിപ്പറിയണം, മറുപടികൾ അറിയണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിനെ ഉടമസ്ഥനായി സ്വീകരിച്ചിട്ട് പോയി ചെന്ന് യേശു കർത്താവിനോട് പറ ജീവിതഭാരങ്ങളെ, ചിതറിപ്പോയ അനുഭവങ്ങളെ, ഹല്ലേലൂയ, ദ ഇന്റേണൽ സ്റ്റോംസ്, ആന്തരിക ചക്രവാതങ്ങളെ കർത്താവിനോട് പറ. ഇതാ കർത്താവേ എൻ്റെ അവസ്ഥ. he will take the broken pieces and he can put together. ചിതറിപ്പോയതിനെ ചേർത്ത് വെക്കാൻ തീർച്ചയായിട്ട് സാധിക്കും. പക്ഷേ നിന്റെ ശരീരമാകുന്ന മൺപാത്രത്തിനുള്ളിൽ നിശ്ചയമായി ഉടമ്പടി സൂക്ഷിക്കണം. ആവർത്തന പുസ്തകം 6:6, ഡ്യൂട്രോണമി ചാപ്റ്റർ 6:6, ദൈവം കൽപ്പിച്ച വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലിരിക്കണം. വേർഡ്സ് ഓഫ് യുവർ ലോർഡ് ഇൻ യുവർ ഹാർട്ട്. ഗെറ്റ് ദ വേർഡ് ഇൻസൈഡ് യു. വചനം വായിച്ച് ധ്യാനിച്ച് ഉള്ളിൽ ഉറപ്പിച്ച് വചനത്തിന് ചിന്തയിൽ സ്ഥാനം കൊടുക്കുമ്പോൾ പുറത്തെ കാര്യങ്ങൾ കർത്താവ് നോക്കിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. താളം തെറ്റുക എന്ന പദം മീഡിയയിലൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ വായിക്കുക. നേച്ചർ ഔട്ട് ഓഫ് ബാലൻസ്. വയനാടിലെ ലാൻഡ് സ്ലൈഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ജൂലൈ 30 അതിപ്രഭാത സമയത്ത് 1 മണി കഴിഞ്ഞ സമയത്ത്, നേരത്തെ പറഞ്ഞതല്ലേ അറിയാവുന്ന ആളുകൾ, മാധവ് ഗാഡ്ഗിൽ 2013 അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ചില ചർച്ചകളിലൊക്കെ ഞാൻ പോയി കേൾവിക്കാരനായി ഇരുന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുമുണ്ട്. സ്തോത്രം. ആരാ മാധവ് ഗാഡ്ഗിൽ? ഫെർഗൂസൺ കോളേജിലെ റാങ്കുകാരനാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ അപൂർവമായ ഒരു വിഷയത്തിൽ ഡോക്ടറേറ്റ് വാങ്ങിച്ച പുള്ളി. ആ വിഷയമാണ് മാത്തമാറ്റിക്കൽ എക്കോളജി. അദ്ദേഹം പരിസ്ഥിതിവാദി, വെറും പരിസ്ഥിതിവാദി മാത്രമല്ല, ജ്ഞാനിയാണ്. അദ്ദേഹം വചനത്തിൽ നിന്നൊരു വാക്യം ഉദ്ധരിച്ചില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളുടെ അടിസ്ഥാനം ഐസയ ചാപ്റ്റർ 40:12, 40-ാം അധ്യായം 12 യെശയ്യാ പ്രവചനം. പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആര്? ദൈവം. ആമേൻ. ഹി വെയ്ഡ് ദ മൗണ്ടൻസ് ഇൻ സ്കെയിൽസ് ആൻഡ് ഹിൽസ് ഇൻ ബാലൻസ്. എല്ലാം അതിൻ്റെ ഭാരമനുസരിച്ച ദൈവം ഈ ടെക്ടോണിക് പ്ലേറ്റുകളുടെ മേൽ, ഭൗമപാളികളുടെ മുകളിൽ ദൈവം വിന്യസിച്ചു വെച്ചിരിക്കുന്നത്. മലകളും താഴ്വരകളും നദികളുമെല്ലാം. മാധവ് ഗാഡ്ഗിൽ ഉപയോഗിച്ച 1-2 പ്രധാന പദങ്ങളുണ്ട്. സ്റ്റെബിലൈസിങ് സ്റ്റോൺസ് അല്ലെങ്കിൽ ബാലൻസിങ് സ്റ്റോൺസ്. ഒരു 200 ഏക്കർ വിസ്തൃതിയുള്ള ഒരു മല, ഒരു മൗണ്ടൻ റേഞ്ച് ആയിക്കൊള്ളട്ടെ, 200 ഏക്കർ സങ്കല്പിക്കുക. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതിൻ്റെ ഗ്രേഡിയൻ്റ്, ചെരിവും ഭാരവും ഒക്കെ അനുസരിച്ച് ദൈവം ചിലയിടങ്ങളിൽ, മലയുടെ പലയിടങ്ങളിൽ, താഴ്വരകളിലും ചില കല്ലുകൾ വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ 20 ടൺ 30 ടണ്ണൊക്കെയുള്ള വലിയൊരു പാറക്കല്ലായിരിക്കാം. ആ കല്ലാണ് സ്റ്റെബിലൈസിങ് സ്റ്റോൺ, ബാലൻസിങ് സ്റ്റോൺ. ഒരു കാളവണ്ടി ചക്രത്തിൻ്റെ ഒരു സ്റ്റോപ്പർ പ്ലഗ് പോലെ, ആപ്പ് പോലെ, അല്ലെങ്കിൽ കാറിൻ്റെ നട്ടും സ്ക്രൂവും പോലെ അത് അഴിച്ച് കളഞ്ഞാൽ പിന്നെ വാഹനം ഓടിച്ചാൽ അപകടമല്ലേ? അതുപോലെ ഈ കല്ലില്ലെങ്കിൽ ആ മല അപകടത്തിലാണ്. അത് ക്വാറി ചെയ്ത് പൊട്ടിച്ച് കളയരുത്. എക്സ്പ്ലോഷൻസ് വാലീസിൽ, താഴ്വരകളിൽ ഉണ്ടായാൽ ആ റോക്ക് ഫ്രെയിം വിൽ ബി ഔട്ട് ഓഫ് ബാലൻസ്. അതിൽ പൊട്ടലുകളുണ്ട്. അതാ പുള്ളി പറഞ്ഞത്. നമുക്ക് നോക്കിയാൽ അറിയത്തില്ല ഈ മലയുടെ സ്റ്റെബിലൈസിങ് സ്റ്റോൺ, ബാലൻസ് സ്റ്റോൺ, ആണിക്കല്ല്, ഭാരവിന്യാസ ആ ഒരു കല്ല്, സ്റ്റെബിലൈസിങ് സ്റ്റോൺ അതേതാണെന്ന് അറിയത്തില്ല. അത് തുടരുതെന്ന മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു. അപ്പോൾ പള്ളിക്കുടുത്തി പോകാത്ത രാഷ്ട്രീയക്കാർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, പുള്ളിക്ക് വിവരമൊന്നുമില്ല. ഞങ്ങളും പള്ളിക്കുടുത്തി പോയിട്ടുണ്ട് കഞ്ഞി കുടിക്കാനും സമരം ചെയ്യാനും. അതുകൊണ്ട് ഗാഡ്ഗിൽ പറഞ്ഞതിനെ, ജ്ഞാനി പറഞ്ഞതിനെ അവഗണിച്ചു, നിരസിച്ചു, താളം തെറ്റി. ആമേൻ. അനേകർ അതിനിരയായിപ്പോയി. ദുരന്തങ്ങൾ, മരണങ്ങൾ, തിരിച്ചു കയറാൻ പറ്റാതെ താളം തെറ്റിപ്പോയി.
അനേകയിടങ്ങൾ. അറിവില്ലായ്മ കൊണ്ട്, ആശ്രയമില്ലാത്തത് കൊണ്ട്, അനുസരണക്കേട് കൊണ്ട്, അബദ്ധം കൊണ്ട് ത്രോൺ ഔട്ട് ഓഫ് ബാലൻസ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവാശ്രയമില്ലാതെ, വിതൗട്ട് ഫെയ്ത്ത്, വിതൗട്ട് ട്രസ്റ്റ്, വിതൗട്ട് ഒബീഡിയൻസ് വന്നുപെട്ട ദുരന്തങ്ങൾ, തോൽവികൾ, നഷ്ടങ്ങൾ, അകൽച്ചകൾ, തകർച്ചകൾ ഏതുമാകട്ടെ, ഹനമേൽ ഈസ് കമ്മിങ് ടു ഗിവ് ആൻ എ തോത്ത്. ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് കമ്മിങ് ടു യുവർ ഡഞ്ചൻ. നീ ബന്ധനസ്ഥനായിരിക്കുന്ന അനുഭവത്തിലേക്ക് ഇറങ്ങി വരിക ഉത്തരങ്ങളുമായി. ഹനമേൽ ഈസ് കമ്മിങ് ടു ഗിവ് ആൻ എ തോത്ത്. ഗോഡ്സ് ഗ്രേസ് ഈസ് കമ്മിങ് ടു ഗിവ് യു ആൻസേഴ്സ്. ഉത്തരങ്ങൾ നൽകാൻ ദൈവകൃപ നിനക്ക് ലഭ്യമാണ്. ലോർഡ്, ഐ റിസീവ് യുവർ ഫോർഗിവ്നെസ്. ഐ സറണ്ടർ മൈ ലൈഫ്. പാപക്ഷമ തന്ന് കീഴടങ്ങിയ എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് ഇന്ന് പ്രഭാതത്തിൽ ഏൽപ്പിക്കുമോ? യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല, മറ്റൊരു മധ്യസ്ഥനില്ല, അനുഗ്രഹീത നിത്യതയിലേക്ക് മറ്റൊരു മാർഗമില്ല എന്ന സത്യത്തിനു വേണ്ടി ഇന്നു മുതൽ എഴുന്നേറ്റ് നിൽക്കാമോ? ആമേൻ. നമ്മുടെ ശബ്ദം, നമ്മുടെ താലന്തുകളിൽ സുവിശേഷം ദേശത്ത് വ്യാപിക്കുവാൻ തക്കവണ്ണം ഉപയോഗിക്കുമോ? ശബ്ദത്തെയും ജീവിതത്തെയും ജീവനുള്ള യാഗമായി യാഗപീഠത്തിൽ വയ്ക്കുമോ? ഹല്ലേലൂയ. എങ്കിൽ കർത്താവ് കൃപയാൽ തത്സമയ മറുപടികളെ തരും. വിടുതൽ നൽകും, സൗഖ്യം നൽകും, വഴി തുറക്കും, തലമുറകളെ നൽകും. ഹല്ലേലൂയ. അത്ഭുതങ്ങളെ അനുവദിക്കും. ആശ്രയ ജീവിതത്തിലേക്ക് പ്രതിഷ്ഠിക്കാമോ? ആശ്രയം നിന്നിൽ ആയതു മുതലൻ ആദികളകന്നു പരാ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. കൃപകൾ തന്നും തുണയായി നിന്നും നടത്തുന്ന അത്ഭുതമായി തരുമെന്ന് കൃപ. അവൻ സഹായിക്കുമെന്ന്, അവൻ സൗഖ്യമാക്കുമെന്ന് ഏൽപ്പിക്കുമോ? We exalt the name of our Lord and Savior Jesus Christ. Amen.